ഞങ്ങളിപ്പോൾ അബുദാബി ലിവക്കടുത്തുള്ള ഹവാത്തി എന്ന സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്ത് റോഡിന് ഇരുവശത്തും വലിയ മണൽ കൂമ്പാരത്തോടു കൂടിയ അടിപൊളി മരുഭൂമിയാണ്. അതിൽ ഒരു സൈഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെ ആ ഒരു മണൽ കൂമ്പാരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അതായത് ഡെസേർട്ട് സഫാരിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ അതിൻ്റെ ഈ കാണുന്ന ഭാഗം കുറച്ച് തോട്ടമാണ്, ഈത്തപ്പഴത്തോട്ടം. അപ്പോൾ അവിടെ ഒരു ബംഗ്ലാദേശുകാരൻ തോട്ടത്തെ പരിപാലിക്കുന്ന ആൾ അവിടെ ഉണ്ട്. ആൾ വിറക് കുത്തിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ടെൻറ്റ് കെട്ടി താമസിക്കാൻ വരുന്നവർക്ക് അറബികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പ് വെള്ളം ഒരു ഈത്തപ്പഴ ചെടിയുടെയും അതിൻ്റെ വേരിന് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു വിളക്കുണ്ട് അവിടെ വെച്ചിട്ട്. ആ വിളക്ക് ഇതിലെ പ്രാണികളൊക്കെ അതിലേക്ക് ആകർഷിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ ഇലകൾക്കും ചെടികൾക്കൊന്നും കേട് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കണ്ട ചെടിയാണിത്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളമാണ്. സാധാരണ നമ്മൾ മരുഭൂമിയിൽ കാണുന്ന ചെടി കള്ളിമുൾ ചെടിയാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നല്ല രസമുണ്ട് കാണാൻ. നല്ല ഉരുണ്ട് കിടക്കും, നല്ലോണം വെള്ളമുണ്ട് അതിൽ. കംപ്ലീറ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വരും. അപ്പോൾ അത് ഒരുപാടെണ്ണം ഈ തണുപ്പ് കാലത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ ഉണങ്ങി അങ്ങനെ നശിച്ചിട്ടുണ്ട്, കുറേയൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് മെല്ലെ കയറാൻ, പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചവിട്ടുന്നതിന് താഴോട്ട് പോകുമല്ലോ. അപ്പം അങ്ങനെ കയറി നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് പോകണം. നല്ല കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ മണൽ കാറ്റായതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടി നമ്മളെ മുഖത്തേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ കാറ്റിന് എഗൈൻസ്റ്റായിട്ട് എതിർവശത്തേക്ക് നിന്നിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം, അതിൻ്റെ പിറകുവശത്ത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പിറകിലും മുന്നിലൊക്കെ ആയിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ഭാഗത്തും ഒരുപാട് കാണാനുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ഒന്നാമത്തെ ഒരു തട്ടിലേക്കാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റുമുണ്ട്. പക്ഷേ അത് എഫക്റ്റ് ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കുന്ന് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വിയർക്കും. അപ്പോൾ ആ ഒരു എഫേർട്ട് കാരണം നമ്മുടെ ശരീരം ചൂടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല തണുത്ത കാറ്റ് ആണ് ഉള്ളതെങ്കിൽ കൂടി നമുക്കത് സഹിക്കാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രീം ലെവൽ തണുപ്പുള്ളൊരു ദിവസമാണെന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് വാർത്തയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനിങ്ങനെ കയറുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലെത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ്. താഴോട്ട് നോക്കുമ്പോൾ ഉള്ളത് ചെറുതായിട്ട് ഒരുപാട് ഇങ്ങ് കയറി നമ്മൾ. വലിയ വിശാലമായ സ്ഥലമാണ്, നല്ല മണലാണ്. ആ കാറ്റടിച്ച് വീശി അതിൻ്റെ ആ വരകൾ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു, വരകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വലിയ കുഴിയുണ്ട്, കുഴിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കയറാനും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സുഖകരമായിട്ട് നല്ല പൂഴി, നല്ല നൈസായിട്ടുള്ള മണലാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മേലെ വരെ കയറുക എന്നുള്ളതാണ്. ഒരുപാട് തട്ടായിട്ടാണ് അതിൻ്റെ മൺകൂനുകളുള്ളത്. പിന്നെ മോനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഇങ്ങനെ പേരൊക്കെ എഴുതി അങ്ങനെ നിൽക്കുകയാണ്. തണുപ്പൊന്നും വിഷയമല്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മേലെ വരെ എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം അങ്ങനെ നമ്മളങ്ങനെ കയറാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ വിചാരിച്ച ഒരു ക്ലിയർ കിട്ടുന്നില്ല. നമ്മൾ ആ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന വൈകുന്നേരമാണ് ഞങ്ങൾ കയറാൻ പോയത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ വലിയ കുണ്ടാണ്. അപ്പോൾ ഒരുപാട് കുഴികളും ഉണ്ട്, വലിയ കുന്നും ഉണ്ട്. അപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്, നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. എന്നാലും കയറണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കഷ്ടപ്പെട്ട് കയറുക തന്നെ. അപ്പോൾ ഇതിങ്ങനെ ബാക്കോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അതൊക്കെ. അതിൻ്റെ വേറൊരു സൈഡ്. അപ്പോൾ കയറി ഞങ്ങൾ ഏകദേശം മേലെ എത്താനായി. ഇതൊരു വലിയ കുഴിയാണ്, കുത്തനെയുള്ള കുഴിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ
പിന്നെയും കയറണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. ഒരു തട്ടുകൂടിയുണ്ട്, ഞങ്ങൾ കയറിയതിൻ്റെ മേലെ ഒരു തട്ടുകൂടിയുണ്ട്, കണ്ടോ. നല്ല കാറ്റ് വീശുന്നതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. പൊടിക്കാറ്റ് ഇങ്ങനെ വന്ന് കയറുന്നുണ്ട്. ഒരുപാട് ഹൈറ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ, കാണാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ആ ലെങ്ത്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ലെങ്കിലും കൃത്യമായിട്ട് ഒരുപാട് ഉയരത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല വെയിലുള്ളത് കാരണം വിചാരിച്ചതുപോലെ നമുക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മങ്ങിയ വെളിച്ചമൊക്കെയാണ് ചില സ്ഥലത്തുനിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് പോരാനൊന്നും തോന്നുന്നില്ല. പക്ഷേ വൈകുന്നേരം ബാങ്കിനോടടുത്ത സമയമായി. പിന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്, കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മെല്ലെ ഞങ്ങൾ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങാൻ. പക്ഷെ ഇറങ്ങുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ശരിക്ക് കുത്തനെ സാധാരണ നടക്കുന്ന പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് കുഴിയൊക്കെ എടുത്ത് കുറച്ച് സമയം കളിക്കാമെന്ന് വെച്ചു. പക്ഷെ കൂടുതൽ ടൈമൊന്നും നിൽക്കാൻ പറ്റിയില്ല, കാരണം പൊടിക്കാറ്റുണ്ടോ കണ്ണിലേക്കാണ് അടിച്ചു കയറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് മതിയാക്കി താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം ഇറങ്ങുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങളിങ്ങനെ പിന്നെ ഈ മടമ്പ് എന്ന് പറയുന്ന സംഭവമില്ല, അതിങ്ങനെ വെച്ച് അങ്ങനെ അങ്ങ് ഇറങ്ങുമ്പോൾ അവിടെ ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും. കൂടുതലങ്ങനെ നമ്മൾ സ്ലിപ്പായി പോവില്ല, നേരെ തരി മണലാണ്. അപ്പം അങ്ങനെ സുഖമായിട്ട് നമ്മളങ്ങ് ഇറങ്ങി താഴേക്ക് പോകാൻ തീരുമാനിച്ചിട്ടാണുള്ളത്. ഇത്ര വരെ കയറിയിട്ടില്ല, കുറച്ചുകൂടി കയറിയാൽ അതിൻ്റെ ആ ഒരു ഷാർപ്പ് എൻഡിലെത്തും. ഒരു തട്ടുകൂടി ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഇത് കുറച്ച് വലിയൊരു കുന്നാണ്. ആ ഭാഗത്ത് വലിയ കുഴിയും ഉണ്ട്. വളരെ ദൂരത്തു നിന്നുള്ള കാഴ്ചയാണത്. ഞാൻ പിന്നെ അങ്ങത്തോളം കയറിയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ചെങ്കുത്തായൊരു കുന്നാണ്, മണൽക്കൂനിയാണ്. ഞാൻ പിന്നെ കുറച്ച് ദൂരെ നിന്ന് ഫോട്ടോ എടുത്ത് മതിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നു. അവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും ഒക്കെ അറിയാനും പറ്റി. ഭയങ്കര രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു 18 വർഷം മുമ്പ് അബുദാബിയിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഡെസേർട്ട് സഫാരി അല്ലെങ്കിൽ ഡെസേർട്ട് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡെസേർട്ടിൽ പോകണം എന്നുള്ളത്. പക്ഷേ അത് വിചാരിച്ചതിനേക്കാളും അപ്പുറത്ത് നന്നായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ല വന്നത്. ആ റോഡിൽ നിന്ന് നോക്കുമ്പം വലിയൊരു കുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുന്നാണ് ശരിക്കും അത്. അപ്പോൾ കയറാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റുന്നുള്ള ലെവലിൽ നമ്മൾ കയറി മേലെത്തിയതാണ്. അപ്പോൾ ആദ്യമേ അറിയുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അപ്പം പ്ലാനിങ് ഇല്ലാതെ കയറിയത് കൊണ്ട് അത്ര കൂടുതലൊരു പിന്നെ നല്ല രീതിയിലുള്ളൊരു വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഇറങ്ങാൻ പോവാണ്. കുറച്ച് നല്ല ഫോട്ടോസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് മെമ്മറി എന്ന രീതിയിലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി താല്പര്യമുള്ളവർക്ക് ഡെസേർട്ട് സഫാരി താല്പര്യമുള്ളവർക്ക് കാണുകയും ചെയ്യാം. ഇത് മോനെടുത്ത വീഡിയോ ആണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. താഴെ തോട്ടത്തിലാണുള്ളത്. അപ്പോൾ അതാ ഒരു മലേൻ്റെ മുകളിലാണ് ഞങ്ങൾ കയറിയത്, ആ ബാക്കിലുള്ളത്. അപ്പം ഇതാണ് ബംഗാളിയുടെ വീട്. ഈ തോട്ടം പരിപാലിക്കുന്ന അവരുടെ വീടാണത്. അപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ചുവപ്പാണത്. വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക്, ഈ റോഡ് ക്രോസ് ചെയ്താൽ ഞങ്ങളുടെ റൂമായി. അപ്പോൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും ആ ഒരു ചെടി കണ്ടപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, അതിൻ്റെ ഒരു കൗതുകത്തിൽ വീണ്ടും ആ ചെടീൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നു.
വണ്ടിയൊക്കെ അത്രയും സ്പീഡിലാണ് പോകുന്നത്, ചീറിപ്പാഞ്ഞ് പോവാണ്. അപ്പോൾ അത് കുറച്ച് സമയം നോക്കി നിന്നു. അതിന് ശേഷമാണ് ഞാൻ ആ ചെടി ഒരുപാട് പൊട്ടിച്ച് നോക്കി. നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ ഇത് മറ്റേ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, പൊതിയുന്ന ആ ഒരു ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ കേടുവരാതെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു കവർ, പൊട്ടിക്കാൻ പറ്റുന്ന ബബിൾസ് പോലത്തെ. അപ്പോൾ അത് പൊട്ടിക്കുന്ന ഒരു ആവേശമായിരുന്നു ഈ ഒരു ചെടിയിലെ ഓരോ, ശരിക്കും കംപ്ലീറ്റ് ബബിൾസാണ്. ലാസ്റ്റ് ഞാനത് പിടിച്ചമർത്തിയപ്പോൾ കുറേ വെള്ളം ഇങ്ങ് വന്നു കയ്യിൽ, കംപ്ലീറ്റ് ബബിൾസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ ഇല. അത്രയും അതിന് ഇതുണ്ട്, വെള്ളമുണ്ട്. ഈ ഒരു മരുഭൂമിയിൽ ഇത്രയും വെള്ളം എവിടെ നിന്ന് കിട്ടിയെന്ന് ആണ് അത് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും